ജീവിതത്തിൽ എപ്പോഴെങ്കിലും പല്ലുവേദന വരാത്തവർ നമുക്കിടയിൽ വളരെ കുറവായിരിക്കും. പലപ്പോഴും രാത്രികാലങ്ങളിലായിരിക്കും വേദന കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡെന്റിസ്റ്റിനെ പെട്ടെന്ന് രാത്രി തന്നെ കാണാൻ പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വീട്ടിൽ തന്നെ എന്തെല്ലാമാണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് നോക്കാം. ഒന്നാമതായി ഐബുപ്രോഫിൻ, അസറ്റമിനോഫൻ പോലെയുള്ള മരുന്നുകൾ, അതായത് പെയിൻ കില്ലേഴ്സ് വീട്ടിലുണ്ടെങ്കിൽ അത് കഴിക്കുകയും ബെൻസക്കീൻ അടങ്ങിയ പേസ്റ്റ് അല്ലെങ്കിൽ ജെല്ല് തേക്കുന്നത് കുറച്ച് സമയത്തേക്ക് ആ ഭാഗം മരവിപ്പിച്ച് വേദന അറിയാതെ രാത്രി ഉറങ്ങാൻ കഴിയുന്നതാണ്. എന്നാൽ ബെൻസക്കീൻ അടങ്ങിയ യാതൊരു പ്രൊഡക്ട്സും കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ തല ഉയർത്തി വയ്ക്കാം. അതായത് ശരീരത്തെക്കാളും ഉയരത്തിൽ തല വയ്ക്കുന്നത് തലയിലേക്കും പല്ലിലേക്കും കൂടുതൽ ബ്ലഡ് എത്തുന്നത് തടയുകയും പ്രഷർ കുറച്ച് വേദനയുടെ കാഠിന്യം കുറയ്ക്കാനും കഴിയും. കൂടാതെ ഓൾറെഡി പോഡ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ വേദന കൂട്ടുന്ന ഭക്ഷണങ്ങൾ, അതായത് അസിഡിക് ആയതും തണുത്തതും വളരെ ഹാർഡായിട്ടുള്ളതുമായ ഭക്ഷണങ്ങൾ കിടക്കുന്നതിന് മുൻപ് കഴിക്കുന്നത് ഒഴിവാക്കാവുന്നതാണ്. ആൽക്കഹോൾ അടങ്ങിയ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് പോട് വന്ന പല്ല് വൃത്തിയായി വയ്ക്കുന്നതിനും ചെറിയ മരവിപ്പ് ഉണ്ടാകുന്നതിനും സഹായിക്കും. ഉപ്പുവെള്ളം കവിൾ കൊള്ളുന്നതും നല്ലതാണ്. മൗത്ത് വാഷിനെക്കുറിച്ചും ഉപ്പുവെള്ളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഈ ചാനലിൽ ചെയ്ത വീഡിയോകൾ കണ്ടു നോക്കാം. പിന്നെ ഐസ് പാക്ക് മുഖത്ത് വേദനയുള്ള ഭാഗത്ത് തുണിയിൽ പൊതിഞ്ഞ് വയ്ക്കുന്നത് ചെറിയ ആശ്വാസം നൽകുന്നതാണ്. ഇത് അവിടുത്തെ രക്തക്കുഴലുകളെ ചുരുക്കി അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കുകയും വേദന കുറയ്ക്കാനും സഹായിക്കും. ഇനി ഇത് കൂടാതെ ചില ഹോം റെമഡി ട്രൈ ചെയ്യാവുന്നതാണ്. അതായത് ഗ്രാമ്പൂ വേദനയുള്ള പല്ലിൽ വെച്ച് കടിച്ചു പിടിക്കാവുന്നതാണ്. എന്നാൽ ക്ലോവ് ഓയിൽ അല്ലെങ്കിൽ ഗ്രാമ്പൂ തൈലം അത് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അതിൽ കുറച്ച് ഒരു പഞ്ഞിയിലൊഴിച്ച് വേദനയുള്ള പല്ലിൻ്റെ മുകളിൽ വെച്ച് കടിച്ചു പിടിക്കാവുന്നതാണ്. ഗ്രാമ്പൂവിൽ യൂജനോൾ എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അനസ്തെറ്റിക് ഉണ്ട്, അതായത് മരവിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. എന്നാൽ ഇത് ചെയ്യുന്നതിന് മുൻപ് ആ പല്ലിൽ ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റോ പറ്റി പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനാൽ ശരിയായി പല്ല് തേച്ച് ഉപ്പുവെള്ളമോ മൗത്ത് വാഷോ വെച്ച് കവിൾ കൊണ്ടിട്ട് വേണം ഇത് ചെയ്യാൻ. എന്നാൽ ഗ്രാമ്പൂ ഏറ്റവും അവസാനത്തെ പല്ലായ വിസ്ഡം ടീത്ത് കവിളിനോട് അടുത്തിരിക്കുന്നതിനാൽ ആ പല്ലിൽ ഗ്രാമ്പൂ കടിച്ചു പിടിച്ചാൽ വായനുള്ളിലെ കവിളുകളിൽ പൊള്ളലേൽക്കുന്നതിന് കാരണമായി തീരുന്നതിനാൽ മൂന്നാമത്തെ അണപ്പല്ലിനടുത്ത് ഗ്രാമ്പൂ വയ്ക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. മറ്റൊന്ന് 3% ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കുന്ന അത്ര തന്നെ വെള്ളത്തിൽ കവിൾ കൊള്ളാവുന്നതാണ്. എന്നാൽ ഈ ഡൈല്യൂഷൻ കറക്റ്റാണ് എന്നും വിഴുങ്ങുന്നില്ല എന്നും ഉറപ്പുവരുത്തുക. എന്നാൽ ഈ പറഞ്ഞതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല. എത്രയും വേഗം ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആകുന്നുള്ളൂ.